കണ്ണൂരിൽ DCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ 300 കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടരാജിക്ക്. MK രാഘവൻ MP ചെയർമാനായ മാടായി കോളേജിലെ നിയമന വിഷയമാണ് രാജിക്ക് കാരണം. കോളേജിൽ CPM അനുഭാവിക്ക് പിൻവാതിലിലൂടെ നിയമനം നൽകുന്നതായി പ്രവർത്തകർ ആരോപിച്ചു. നിയമനവുമായി മുന്നോട്ട് പോകാൻ ഭരണസമിതി തീരുമാനിച്ചതോടെയാണ് കൂട്ടരാജി ഭീഷണി. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, ഈ പിൻവാതിൽ നിയമനം അത് ഒരു CPM അനുഭാവിക്ക് എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമാണ്, കോൺഗ്രസ് പ്രവർത്തകർക്ക് രോഷമുണ്ടാകും. ഇതാരുടെ തീരുമാനമാണ്? കണ്ണൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ മാടായി കോളേജിലെ ഒരു അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന ഇന്റർവ്യൂ കോൺഗ്രസ് പ്രവർത്തകർ തടസ്സപ്പെടുത്തിയത്. ഒപ്പം MP ഈ കോളേജ് നിയന്ത്രിക്കുന്ന ഭരണസമിതിയുടെ ചെയർമാൻ MP MK രാഘവനാണ്. അദ്ദേഹത്തെ ഈ ഇന്റർവ്യൂ നടപടികൾ മേൽനോട്ടം വഹിക്കാനെത്തിയപ്പോൾ തടയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ 4 പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. കാപ്പടാൻ ശശിധരൻ, വരുൺ കൃഷ്ണൻ, KV സതീഷ് കുമാർ, KP ശശി എന്നിവർക്കെതിരെയായിരുന്നു നടപടിയെടുത്തത്. ഇവരെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കിയതായി കണ്ണൂർ DCC അറിയിക്കുകയും ചെയ്തു. പിന്നീട് പാർട്ടി തലത്തിൽ നടന്ന ഈ ചർച്ചകൾക്കൊടുവിൽ ഇവരുടെ സസ്പെൻഷൻ പിൻവലിക്കുന്നതിനായി ഒരു ധാരണ ആയിരുന്നു. DCC സെക്രട്ടറി രജിത് നാറാത്ത് അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ ഈ തീരുമാനം നടപ്പിലാവാതെ വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രവർത്തകർ രാജിവെക്കും എന്ന നിലപാടിലേക്ക് വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് മാടായി കോളേജിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ MK രാഘവൻ MPയുടെ ബന്ധു കൂടിയായ CPM നേതാവിനെ നിയമിക്കാൻ ശ്രമം നടത്തി എന്ന് ആണ് ആരോപണം. വലിയ സംഘർഷഭരിതമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തങ്ങളുടെ MPക്കെതിരെ രംഗത്തെത്തുന്ന അസാധാരണമായ ഒരു സാഹചര്യവും നിലവിൽ വന്നിരുന്നു. ഭരണസമിതി ചെയർമാനാണ് MP. അദ്ദേഹമാണ് ഈ ഇന്റർവ്യൂ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാൻ എത്തിയത്. ആ സമയത്താണ് MPക്കെതിരെ പരസ്യമായി മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ നിലയുറപ്പിച്ചത്. പിന്നീട് പോലീസ് എത്തിയാണ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയും ചെയ്ത്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു നിയമനം നടക്കുന്നുവെന്ന ചില സൂചനകൾ ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് ലഭിക്കുകയും കല്യാശ്ശേരി, പയ്യന്നൂർ നിയോജകമണ്ഡലങ്ങളിലെ പ്രവർത്തകർ ഇക്കാര്യത്തിൽ ശക്തമായ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് നേതൃത്വത്തെ സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ എതിർപ്പ് അവഗണിച്ചും ഈ CPM ബന്ധമുള്ള ആളെ നിയമിക്കാൻ MK രാഘവൻ MP ശ്രമം നടത്തുന്നു എന്നായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചതും. അതേ തുടർന്നുള്ള സംഭവവികാസങ്ങളാണ് ഇപ്പോൾ കണ്ണൂരിലെ കോൺഗ്രസിലൊരു കൂട്ടരാജിയിലേക്ക് വഴിതെളിക്കുന്നത്. രഞ്ജിത്ത്. ശരി, MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു.